ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2017 പുറത്തിറങ്ങിയ ഒറ്റമുറി വെളിച്ചം എന്ന മൂവിയുടെ കഥയാണ്. ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ത്രീകളും നേരിടുന്ന വലിയ പ്രശ്നങ്ങളും അത് അവർക്കുണ്ടാക്കുന്ന മാനസിക സംഘർഷവും പറയുന്നൊരു കഥയാണ് ഇത്. എന്തായാലും നമുക്ക് കഥയിലോട്ട് പോകാം. മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ കല്യാണം കഴിഞ്ഞ് വരുന്ന ചന്ദ്രൻ എന്നയാളെയും അയാളുടെ ഭാര്യയെയും കാണിക്കും. കല്യാണം കഴിഞ്ഞ് അവൾ ചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി തന്നെ ജീപ്പ് പഞ്ചറാകും. ചന്ദ്രൻ ഇലക്ട്രിക്കൽ ജോലിയാണ് ചെയ്യുന്നത്. എല്ലാ റിപ്പയറിങ്ങിനെ കുറിച്ചും അറിവുള്ള ചന്ദ്രൻ ജീപ്പ് റിപ്പയർ ചെയ്ത് അവിടെ നിന്നും വീണ്ടും യാത്ര തുടങ്ങും. കല്യാണത്തിന്റെ അന്ന് നൈറ്റ് തന്നെ ഹീറോ എല്ലാവർക്കും പാർട്ടി കൊടുക്കും. ചന്ദ്രൻ ഉൾപ്പെടെ അവന്റെ ഫ്രണ്ട്സും നന്നായി മദ്യപിക്കുന്നുണ്ട്. റൂമിൽ തനിയെ ഇരിക്കുന്ന ഹീറോയിൻ ആ റൂമിൽ ഒരു പ്രത്യേകതരം ലൈറ്റ് കാണും. റൂം നിറയെ വെളിച്ചമായതിനാൽ അത് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് അവൾ അവിടെയെല്ലാം നോക്കുന്നുണ്ടെങ്കിലും കാണില്ല. കാരണം സ്വിച്ച് ഒന്നുമില്ലാതെ എല്ലായ്പ്പോഴും തെളിഞ്ഞു തന്നെ നിൽക്കുന്ന ഒരു ലൈറ്റാണത്. മദ്യപിച്ച് വരുന്ന ചന്ദ്രൻ റൂമിലേക്ക് വന്ന് കിടന്നുറങ്ങും. ലൈറ്റ് ഓണായി തന്നെ നിൽക്കുന്നത് കൊണ്ട് ഹീറോയിന് നന്നായി ഉറങ്ങാൻ കഴിയില്ല. ആ ലൈറ്റിലേക്ക് തന്നെ നോക്കിയിരുന്ന് ലേറ്റ് നൈറ്റ് കഴിയുമ്പോഴാണ് അവളും ഉറങ്ങുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ രാത്രി താമസിച്ചുറങ്ങിയതിനാൽ തന്നെ ഹീറോയിൻ താമസിച്ചാണ് ഉണരുക. അവൾ ചന്ദ്രനടുത്ത് ചെന്ന് സോറി, എഴുന്നേൽക്കാൻ കുറച്ച് താമസിച്ചു പോയെന്ന് പറയും. ഇത് കേട്ട് ചന്ദ്രൻ അവളെ വളരെ ദേഷ്യത്തോടെ നോക്കും. അവൾ പറമ്പിലേക്ക് വരുമ്പോൾ അവർ കൃഷി ചെയ്തിരുന്ന കപ്പയും വാഴയുമെല്ലാം കാട്ടുപന്നി കുത്തിമറിച്ചിട്ടിരിക്കുന്നത് കാണും. അവിടേക്ക് അടുത്ത വീട്ടിലുള്ള അമ്മു എന്ന ഒരു കുട്ടി വരും. ഹീറോയിനുമായി അമ്മു വളരെ ക്ലോസ് ആയി സംസാരിക്കും. ചന്ദ്രൻ എപ്പോഴും ഓരോ കണ്ടുപിടുത്തങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹത്താൽ ഓരോന്നും ചെയ്തുകൊണ്ടേയിരിക്കും. ലൈറ്റ് തനിക്ക് വളരെ ഡിസ്റ്റർബൻസ് ആണെന്ന് പറയാൻ അവൾ തുടങ്ങുമെങ്കിലും ചന്ദ്രൻ വളരെ റൂഡായിട്ടാണ് അവളോട് ബിഹേവ് ചെയ്യുക. സോ അത് ഭയന്ന് അവൾ ഒന്നും തന്നെ ചന്ദ്രനോട് പറയില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ചന്ദ്രനായി അവൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുമെങ്കിലും വളരെ കോപത്തോടെ അവളോട് വൈരാഗ്യമുള്ള രീതിയിൽ ചന്ദ്രൻ ഒന്നും കഴിക്കാതെ വീട്ടിൽ നിന്നും പോകും. അവിടെ സീൻ കട്ട് ചെയ്ത് ചന്ദ്രൻ ജോലി ചെയ്യുന്ന ഷോപ്പ് കാണിക്കും. കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അവളെ കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ നാടൊക്കെ കാണിച്ചു കൊടുക്കാൻ കടയുടെ ഓണർ പറയും. പക്ഷെ ചന്ദ്രൻ അതിനൊന്നും റിപ്ലൈ ചെയ്യാതെ സാധാരണ കടയിൽ അവൻ ചെയ്യാറുള്ള ജോലികൾ ചെയ്യാൻ തുടങ്ങും. ഹീറോയിൻ ചന്ദ്രന്റെ അമ്മയോടൊപ്പം പറമ്പിലെ കൃഷിക്കാര്യങ്ങളിലെല്ലാം സഹായിക്കുന്നു. ആ ലൈറ്റിന് എന്തിനാണ് എപ്പോഴും ഓൺ ചെയ്തിട്ടിരിക്കുന്നത്? ആ ലൈറ്റ് കാരണം എനിക്ക് രാത്രിയിലൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്ന് ഹീറോയിൻ അമ്മയോട് പറയും. ആ ലൈറ്റ് ചന്ദ്രൻ ഉണ്ടാക്കിയെടുത്തതാണ്. അതിന് സ്വിച്ച് ഒന്നുമില്ല. അവന് ചെറിയ പ്രായം മുതലേ ഇരുട്ട് വളരെ പേടിയാണ്. അതിനാൽ അങ്ങനെയൊരു ലൈറ്റ് അവൻ ക്രിയേറ്റ് ചെയ്ത് റൂമിൽ വെച്ചിരിക്കുന്നതെന്നും അമ്മ പറയും. ആ ലൈറ്റ് ഉള്ളതിനാൽ എനിക്ക് നന്നായി ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്ന് ഹീറോയിൻ പറയുമ്പോൾ ലൈറ്റ് ഓഫാക്കാൻ ഞാൻ അവനോട് പറയാമെന്ന് അമ്മയും പറയും. ആ നാട് മുഴുവൻ ഹീറോയിൻ ചുറ്റി നടന്ന് കാണും. വനപ്രദേശം പോലെയുള്ള ആ നാടും വീടുകളുമെല്ലാം ഹീറോയിന് വളരെ ഇഷ്ടമാകും. ചന്ദ്രൻ ജോലി കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയും അവനോട് സംസാരിക്കാൻ ശ്രമിക്കും. ആ വെളിച്ചം എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, സോ അതിനൊരു സ്വിച്ച് റെഡിയാക്കി തരാമോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ പറ്റില്ലെന്ന് ചന്ദ്രൻ സ്ട്രിക്റ്റ് ആയി തന്നെ പറയും. അത് എൻ്റെ ഒരു വലിയ കണ്ടുപിടുത്തമാണ്, ആർക്ക് വേണ്ടിയും അതിലൊരു മാറ്റം വരുത്താൻ ഞാൻ തയ്യാറാകില്ലെന്നും ചന്ദ്രൻ പറയും. ദയവായി ഒരു സ്വിച്ച് വെക്കണമെന്നും എനിക്കത് ഡിസ്റ്റർബൻസ് ആണെന്നും ഹീറോയിൻ വീണ്ടും പറയും. ഇത് കേട്ടയുടനെ ദേഷ്യം വരുന്ന ചന്ദ്രൻ അവളെ ചീത്ത പറഞ്ഞുകൊണ്ട് കാലുകൊണ്ട് അവളെ തൊഴിക്കും. ചന്ദ്രൻ ഒരു സാഡിസ്റ്റിനെ പോലെ അവളോട് പെരുമാറാൻ തുടങ്ങും. നെക്സ്റ്റ് ഡേ ചന്ദ്രന് ഉച്ചഭക്ഷണം അവന് ജോലി ചെയ്യുന്ന കടയിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് ഹീറോയിൻ ചിന്തിക്കും. എങ്ങനെയെങ്കിലും അവന്റെ ഇഷ്ടം പിടിച്ചു പറ്റി നന്നായി ജീവിക്കാൻ അവൾ ആഗ്രഹിക്കും. ഉച്ചഭക്ഷണവുമായി കടയിലേക്ക് അവൾ ചെല്ലുമ്പോൾ കടയോണറും അവിടെയുണ്ട്. അയാൾ വളരെ ഹാപ്പിയായി അവളോട് സംസാരിക്കും. നിന്നെ ആരാണ് എനിക്ക് ചോറുമായി വരാൻ പറഞ്ഞതെന്നൊക്കെ ചോദിച്ച് ചന്ദ്രൻ അവളോട് ദേഷ്യപ്പെടുന്നു. കടയോണർ ചന്ദ്രനെ തടയാൻ ശ്രമിക്കുമെങ്കിലും ചീത്ത പറഞ്ഞ് ചന്ദ്രൻ അവളെ അവിടെ നിന്നും പറഞ്ഞു വിടും. ഇതൊക്കെ കണ്ട കടയോണർ ഒരു പെണ്ണിനോട് പെരുമാറാൻ നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ച് ചന്ദ്രനോട് ദേഷ്യപ്പെടും. അന്ന് രാത്രി ചന്ദ്രന്റെ അമ്മ ഉറങ്ങിയതിനു ശേഷം ചന്ദ്രന്റെ അനിയൻ വീട്ടിലേക്ക് വരും. അയാൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ കുളി കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ അവൻ ആ മുറിയിലെ വെളിച്ചത്തിലൂടെ കാണും. അവരുടെ റൂമിലെ ജനലിന് ഒരു വാതിലില്ലാത്തതിനാൽ അതും ഹീറോയിന് അൺകംഫർട്ടബിളായി ഫീൽ ചെയ്യും. ഈ ജനലിന് ഒരു ഡോർ വെക്കാമോ എന്ന് ഹീറോയിൻ ചന്ദ്രനോട് ചോദിക്കും. നീ പറയുന്നത് അനുസരിക്കാനല്ല ഞാൻ ജീവിക്കുന്നത്, അതൊന്നും വയ്ക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് ചന്ദ്രൻ അവിടെ നിന്നും പോകും. ഇനിയും ചന്ദ്രനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഹീറോയിൻ തന്നെ ആ ജനൽ ഒരു ചാക്കു കൊണ്ട് കെട്ടിമറിക്കും. അന്ന് നൈറ്റ് ചന്ദ്രൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ റൂമിലെ ലൈറ്റ് അവൾക്ക് വളരെ ഡിസ്റ്റർബൻസ് ആണ്, സോ അതിനൊരു സ്വിച്ച് വെക്കണമെന്ന് അമ്മ പറയും. അതൊന്നും പറ്റില്ലെന്ന് ചന്ദ്രൻ പറയുമ്പോൾ അമ്മ സ്ട്രിക്റ്റായി അവനോട് സംസാരിക്കും. സോ ദേഷ്യം വരുന്ന അവൻ അമ്മയെ ചീത്ത പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ് തറയിലേക്കിട്ട് അവിടെ നിന്നും പോകും. ഇതൊക്കെ കാണുന്ന ഹീറോയിൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയെ സമാധാനപ്പെടുത്തും. പുറത്തുപോയി നന്നായി മദ്യപിച്ച് തിരിച്ചു വരുന്ന ചന്ദ്രൻ ഹീറോയിനെ അടിക്കാൻ തുടങ്ങും. പല രീതിയിലും ഒരു സാഡിസ്റ്റിനെ പോലെ അവൻ അവളെ ടോർച്ചർ ചെയ്യും. വേദന സഹിക്കാൻ കഴിയാതെ അവൾ ഉച്ചത്തിൽ കരയും.
ഈ ശബ്ദമൊക്കെ ആ വീട്ടിലുള്ള അമ്മയും ബ്രദറും കേൾക്കുന്നുണ്ടെങ്കിലും അവരാരും ചന്ദ്രനെ ഒന്ന് തടയാൻ പോലും ശ്രമിക്കില്ല. ഒരു ടോർച്ചെടുത്ത് ചന്ദ്രൻ അവളുടെ കാലുകൾ തല്ലിയൊടിക്കും. സോ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നടക്കാൻ പോലും കഴിയാത്ത ഹീറോയിൻ വളരെ വേദനയോടെ വീടിന് പുറത്തേക്ക് പോകും. ചന്ദ്രൻ നല്ലൊരാളായിരുന്നു. അവന്റെ ചെറിയ പ്രായത്തിൽ അവന്റെ അച്ഛൻ എന്നെയും ഇങ്ങനെ ടോർച്ചർ ചെയ്യുക പതിവായിരുന്നു. അതൊക്കെ കണ്ട് വളർന്നതിനാലാകും ചന്ദ്രനും ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ് അമ്മ അവളെ ആശ്വസിപ്പിക്കും. അന്ന് നൈറ്റും വീട്ടിലേക്ക് വരുന്ന ചന്ദ്രൻ അവളെ അടിക്കാൻ ട്രൈ ചെയ്യും. പക്ഷെ ഒരു കത്തിയെടുത്ത് ഹീറോയിൻ അവനെ ഭയപ്പെടുത്തുന്നു. സോ അവനും ഭയന്ന് അവിടെ നിന്നും പോകും. ആ ലൈറ്റ് അടിച്ചു പൊട്ടിച്ചാലോ എന്ന് ഹീറോയിൻ ചിന്തിക്കും. പക്ഷെ ചന്ദ്രനെ പേടിച്ച് അവൾ അതും ചെയ്യില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ഹീറോയിൻ ചന്ദ്രനോട് ചോദിക്കും. പക്ഷെ അവൻ അതിന് സമ്മതിക്കില്ല. അത് തന്നെയല്ല, അവളുടെ അച്ഛനെക്കുറിച്ച് മോശമായി പറഞ്ഞ് ചന്ദ്രൻ ചീത്ത വിളിക്കും. എൻ്റെ അച്ഛൻ എത്ര മോശപ്പെട്ടവനാണെങ്കിലും അദ്ദേഹത്തിന് ഒരു പെണ്ണിനെ എങ്ങനെ കെയർ ചെയ്യണമെന്നറിയാമെന്ന് ഹീറോയിൻ രോക്ഷമായി അവനോട് പറയും. ഇത് കേട്ടയുടനെ ഒരു സൈക്കോയെ പോലെയാകുന്ന ചന്ദ്രൻ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അടിക്കുന്നു. ഈ നരകത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവൾ ചിന്തിക്കും. സോ ചന്ദ്രൻ പോയതിനു ശേഷം അവളുടെ തുണികളെല്ലാം ഒരു ബാഗിലാക്കി ചന്ദ്രന്റെ പേഴ്സിൽ നിന്നും കുറച്ച് പണവും എടുത്ത് അവിടെ നിന്നും അവൾ പോകുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്ന വഴി അവളെ ചന്ദ്രൻ വഴിക്ക് വെച്ച് കാണും. ചന്ദ്രനെ കണ്ട് തിരിഞ്ഞോടാൻ ഹീറോയിൻ ശ്രമിക്കുമ്പോൾ അവളുടെ മുന്നിലൂടെ ഒരു കാട്ടുപന്നി വരും. അതിനെ കണ്ട് പേടിച്ച് അവൾ നിൽക്കുമ്പോൾ ചന്ദ്രൻ ഒരു വലിയ വടിയെടുത്തു കൊണ്ടുവന്ന് അവളെ അടിക്കാൻ തുടങ്ങും. എങ്ങനെ ഒരു പെണ്ണിനെ ടോർച്ചർ ചെയ്യാമോ ആ രീതിയിൽ ചന്ദ്രൻ അവളെ ഉപദ്രവിക്കും. അത്രയ്ക്ക് റൂഡായ ഒരു ഹസ്ബൻഡാണ് ചന്ദ്രൻ. അടി കൊണ്ട് റോഡിൽ വീഴുന്ന അവളെ ഒരു കരുണയും കൂടാതെ ചന്ദ്രൻ വലിച്ചിഴിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. അവളുടെ മുറിവുകളിൽ അമ്മ മരുന്ന് വെച്ചു കൊടുക്കും. ഹീറോയിനെ കാണാൻ അമ്മു വരും. അവളോട് മാത്രമാണ് ഹീറോയിൻ കുറച്ച് ഹാപ്പിയായി സംസാരിക്കുക. മുറിവുകളുടെ വേദന സഹിക്കാൻ കഴിയാതെ കിടക്കുന്ന അവളുടെ അടുത്തേക്ക് ചന്ദ്രൻ വരും. അവൻ വീണ്ടും അവളെ അടിച്ച് പരിക്കേൽപ്പിക്കും. അടുത്തിടെ ഹീറോയിൻ പഴയതുപോലെ എല്ലാ ജോലികളും ചെയ്യാൻ തുടങ്ങും. അവിടെ കാട്ടുപന്നിയുടെ ശല്യം വളരെ കൂടുതലായതിനാൽ അതിനെ പിടിക്കാനായി അവൾ ഒരു ട്രാപ്പ് ഉണ്ടാക്കും. ഇത് എന്താണ് അമ്മ ചോദിക്കുമ്പോൾ ഇത് പന്നിയെ പിടിക്കാനുള്ള ട്രാപ്പാണെന്ന് ഹീറോയിൻ പറയും. ഇതിൽ വീണാൽ പന്നി ചത്തുപോകില്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോൾ നമ്മളെ എന്നും ദ്രോഹിക്കുന്ന പന്നികൾ ചാകുക തന്നെയല്ലേ വേണ്ടതെന്ന് ഹീറോയിൻ ചോദിക്കുന്നു. കിടന്നുറങ്ങുന്ന ചന്ദ്രനെ കാണുന്ന ഹീറോയിന് അവൾ അനുഭവിച്ച വേദനകളെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ല പക തോന്നും. സോ ഒരു കത്തിയെടുത്ത് ചന്ദ്രനെ കുത്തിക്കൊല്ലാമെന്ന് അവൾ ചിന്തിക്കും. അവനെ കുത്തിക്കൊല്ലാനായി അടുത്തേക്ക് അവൾ ചെല്ലുമ്പോൾ പുറത്തുനിന്നും എന്തോ ശബ്ദം കേൾക്കും. ഒരു കൊലപാതകം ചെയ്യാനുള്ള ധൈര്യമില്ലാത്തതിനാൽ ആ ശ്രമം അവൾ ഉപേക്ഷിക്കും. കൃഷിക്കാര്യങ്ങൾ ചെയ്യുന്ന ഹീറോയിൻ ഒരു തേൾ കടിക്കാൻ തുടങ്ങുമ്പോൾ ഇത് കാണുന്ന ചന്ദ്രന്റെ അമ്മ തേൾ കടിക്കാതെ അവളെ ഹെൽപ്പ് ചെയ്യും. ഇത് വലിയ വിഷമുള്ള തേളാണ്, സോ കെയർഫുൾ ആയിരിക്കണമെന്ന് അമ്മ പറയും. ആ തേളിനെ തന്നെ അവൾ കുറച്ചു നേരം നോക്കിയിരിക്കുന്നതായി കാണിച്ച് നെക്സ്റ്റ് സീനിൽ ആ തേളിനെ പിടിച്ച് ഹീറോയിൻ ഒരു കുപ്പിയിലാക്കും. വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന ചന്ദ്രന്റെ അടുത്തേക്ക് ആ തേളിനെ അവൾ തുറന്നുവിടും. പക്ഷെ അവന്റെ ദേഹത്ത് കയറുന്ന തേളിനെ ചന്ദ്രൻ കൈകൊണ്ട് തട്ടി താഴേക്കിട്ടതിനു ശേഷം അതിനെ അടിച്ചു കൊല്ലും. അങ്ങനെ ആ ശ്രമവും പരാജയപ്പെടുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ പന്നി കെണിയിൽ വീണോ എന്ന് അവൾ നോക്കും. പക്ഷെ കാട്ടുപന്നി ട്രാപ്പിൽ വീണിട്ടില്ലെന്ന് കണ്ട അവൾ മടങ്ങിപ്പോകും. ചന്ദ്രൻ അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് കൂട്ടമായിരുന്ന് മത്തിപ്പിക്കാൻ തുടങ്ങും. ഈ തക്ക നോക്കി ആ ലൈറ്റ് ഓഫ് ആക്കാമെന്ന് കരുതി ഹീറോയിൻ ഒരു ചെയറിട്ട് അതിൽ കയറി ചന്ദ്രൻ ഉപയോഗിക്കുന്ന ചില ടൂൾസ് ഒക്കെ എടുത്ത് ലൈറ്റ് ഓഫ് ആക്കാൻ ട്രൈ ചെയ്യും. കറക്റ്റായി ആ സമയം അകത്തേക്ക് വരുന്ന ചന്ദ്രൻ ഇത് കാണുകയും അവളെ അടിക്കുകയും ചെയ്യും. എത്ര തവണ അടിച്ചാലും ദേഷ്യം തീരാത്ത ചന്ദ്രൻ അവളെ എത്രമാത്രം അടിക്കാൻ പറ്റുമോ അത്രമാത്രം അടിക്കും. ചന്ദ്രനൊപ്പം കള്ളുകുടിച്ചുകൊണ്ടിരുന്ന അവന്റെ കടയോണറും അവളുടെ കരച്ചിൽ കേട്ട് അയാൾ ടെൻസ്ഡ് ആകുമ്പോൾ ഇതൊക്കെ ഇവിടെ പതിവാണെന്ന് ചന്ദ്രന്റെ അനിയൻ അയാളോട് പറയും. അങ്ങനെ ഒരു ഡേ വീട്ടിൽ ആരുമില്ലാത്ത സമയം ചന്ദ്രൻ നല്ല ഉറക്കമാണെന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ ഗ്യാസ് സിലിണ്ടർ ലീക്കാക്കി ജനലും വാതിലുകളുമെല്ലാം അവൾ പുറത്തിറങ്ങി ലോക്ക് ചെയ്യും. ഗ്യാസ് പൊട്ടിത്തെറിപ്പിച്ച് അവനെ കൊല്ലാനാണ് അവൾ പ്ലാൻ ചെയ്യുന്നത്. അതനുസരിച്ച് അവൾ തീ കൊളുത്താൻ ശ്രമിക്കുമ്പോഴേക്കും ചന്ദ്രനെ അന്വേഷിച്ച് കടയോണർ അങ്ങോട്ട് വരും. അയാൾ ചന്ദ്രനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് സംസാരിക്കാൻ തുടങ്ങും. ഗ്യാസിന്റെ സ്മെല്ല് വരുന്ന കടയോണർ ഗ്യാസ് ലീക്കാണെന്ന് തോന്നുന്നു, പോയി ഓഫാക്കാൻ ഹീറോയിനോട് പറയും. അവനെ കൊല്ലാനുള്ള ആ ശ്രമവും പരാജയപ്പെട്ടതിൽ ഹീറോയിന് വളരെ ദുഃഖമുണ്ടാകും. എന്നാലും നല്ലൊരു അവസരത്തിനായി അവൾ വെയിറ്റ് ചെയ്യും. ചന്ദ്രന്റെ റിലേറ്റീവിന്റെ ഒരു കല്യാണത്തിന് ഹീറോയിനെയും കൂട്ടി നീ പോകണമെന്ന് അമ്മ ചന്ദ്രനോട് പറയും. അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ചന്ദ്രന് ഇഷ്ടമല്ലാത്തതിനാൽ ആദ്യം ചന്ദ്രൻ ഇതിന് സമ്മതിക്കില്ലെങ്കിലും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി നെക്സ്റ്റ് ഡേ തന്നെ ഹീറോയിനെയും കൂട്ടി ചന്ദ്രൻ ആ കല്യാണത്തിന് പോകുന്നു. പോകുന്ന വഴിയിലും അവളോട് വലിയ പകയുള്ള രീതിയിലാണ് ചന്ദ്രൻ ഹീറോയിനോട് ബിഹേവ് ചെയ്യുക. ബസ്സിലും രണ്ടുപേരും രണ്ട് സീറ്റിലാണ് ഇരിക്കുക. ആ കല്യാണ വീട്ടിൽ ചെല്ലുന്ന അവളോട് ചന്ദ്രന്റെ റിലേറ്റീവ്സ് എല്ലാം വളരെ ക്ലോസ് ആയി ഇടപഴകും. നേരം രാത്രിയായതിനാൽ ചന്ദ്രനെ തിരിഞ്ഞ് വീടിന് മുകളിലേക്ക് ഹീറോയിൻ ചെല്ലും. ചന്ദ്രൻ റിലേറ്റീവ്സുമായി അവിടെ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ കാണും. നേരം ഒത്തിരി
പാതിരാത്രിയായി. ഇനിയും താമസിച്ചാൽ വനത്തിലെ വഴിയിലൂടെ നമുക്ക് വീട്ടിലെത്താൻ പാടായിരിക്കും. സോ നമുക്ക് തിരിച്ചു പോകാമെന്ന് ഹീറോയിൻ ചന്ദ്രനോട് പറയും. അവൾ പറയുന്നത് കേൾക്കാതെ വളരെ മോശമായ വാക്കുകൾ കൊണ്ട് ചന്ദ്രൻ അവളെ ചീത്ത പറയും. ഞാനൊരു പാട്ട് പാടും, നീ ഇവർക്കായി ഡാൻസ് ചെയ്യണമെന്ന് ചന്ദ്രൻ അവളോട് പറയുന്നു. വളരെ പേടിയോടെ നിൽക്കുന്ന അവളെ കണ്ട് അതൊന്നും വേണ്ട മോളെ, താഴേക്ക് പൊയ്ക്കോളൂ എന്ന് ചന്ദ്രന്റെ റിലേറ്റീവ്സ് പറയും. പക്ഷെ ചന്ദ്രൻ വളരെ സ്ട്രിക്റ്റായി ദേഷ്യത്തോടെ ഞാൻ പറഞ്ഞതുപോലെ നീ ഡാൻസ് കളിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അയാൾ അടിക്കുന്നു. അവൾ കരയാൻ തുടങ്ങുമ്പോൾ എല്ലാവരും ഇടപെട്ട് ചന്ദ്രനെ സമാധാനപ്പെടുത്തി പറഞ്ഞുവിടും. ആ രാത്രി തന്നെ അവർ അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങിപ്പോരും. നന്നായി മഴ പെയ്യുന്നതിനാൽ അവർക്ക് കടന്നു വരേണ്ട ആറ് നിറഞ്ഞൊഴുകുന്നു. ആ ആറ്റിലേക്ക് ചന്ദ്രൻ കാൽ വഴുതി വീഴുമ്പോൾ ഹീറോയിൻ അവനെ പിടിച്ചു കയറ്റാൻ കൈനീട്ടും. നിന്റെ സഹായം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ചന്ദ്രൻ കരയിലേക്ക് കയറാൻ ട്രൈ ചെയ്യും. പക്ഷെ മഴവെള്ളം അതിശക്തിയായി ഒഴുകുന്നതിനാൽ മുണ്ടെടുത്ത് കരയിലേക്കിട്ട് അതിൽ പിടിച്ച് തന്നെ കയറ്റാൻ ഹീറോയിനോട് ചന്ദ്രൻ പറയും. അവന്റെ ക്രൂരതകൾ അനുഭവിച്ച് മടുത്ത ഹീറോയിൻ ഇത് തന്നെയാണ് അവനെ കൊല്ലാൻ പറ്റിയ അവസരമെന്ന് ചിന്തിക്കും. ഇവനെ കൊണ്ട് തനിക്ക് ഉപദ്രവം മാത്രമേ ഉണ്ടാകൂ എന്ന് തീർച്ചപ്പെടുത്തിയ ഹീറോയിൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാകില്ല. സോ ആ വെള്ളത്തിൽ കിടന്ന് ചന്ദ്രൻ മരിക്കും. അതുപോലെ തന്നെ ഹീറോയിൻ കൃഷിയെടുത്ത് സെറ്റ് ചെയ്തിരുന്ന ട്രാപ്പിൽ പന്നി വീഴുകയും ചെയ്യും. കുറച്ച് നാളുകൾക്ക് ശേഷം ഹീറോയിനെ കാണിക്കുമ്പോൾ ആ മുറിയിലെ ലൈറ്റിന് അവൾ സ്വിച്ച് റെഡിയാക്കുന്നതായി കാണിക്കും. അപ്പോൾ അവിടേക്ക് ചന്ദ്രന്റെ ബ്രദർ വരും. ഇനി നിനക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കണമെന്ന് ഒരു സൈക്കോയെ പോലെ അവൻ അവളോട് പറയും. അവൻ പറയുന്നതിന് ഒരു റിയാക്ഷനും ഫേസിൽ കാണിക്കാതെ അവൾ മറുപടി പറയും. നീ മരണത്തെ കണ്ടിട്ടുണ്ടോ? അതും തൊട്ടടുത്ത് നിന്ന്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ചന്ദ്രന്റെ മരണം. അയാളുടെ ക്രൂരത സഹിക്കാതെ ഞാൻ നിലവിളിച്ചതിലും ഉച്ചത്തിൽ ആ സമയം അവൻ നിലവിളിച്ചു. പക്ഷെ ഞാൻ അവനെ സഹായിച്ചില്ല. ആ മരണം കൺമുൻപിൽ കാണുമ്പോൾ പോലും ഞാൻ ഭയന്നിട്ടില്ല. ഇനി ഞാൻ ആരെയും ഭയക്കാനും പോകുന്നില്ലെന്നവൾ വളരെ ധീരതയോടെ അവനോട് പറയും. അവളുടെ കണ്ണിലെ ധീരതയുടെ കനൽ കാണുന്ന അവൻ ഭയത്തോടെ അവിടെ നിന്നും പോകും. ഇതോടെ ഈ മൂവിയും അവസാനിക്കും.